ഹായ് ദിവസവും ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ കാടാച്ചിറയിലാട്ടോ. കണ്ണൂർ കാടാച്ചിറ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ വരികയാണെങ്കിൽ, അതായത് ഈ കാണുന്ന റോഡ് നേരെ പോകുന്നത് ചക്കരക്കല്ല് മുണ്ടയോട് റോഡാണ്. അപ്പം കാടാച്ചിറയിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു നല്ല അടിപൊളി വീട് കൊടുക്കാണ്ട് കേട്ടോ. 2 നിലയുള്ള, അതായത് 4 ബെഡ്റൂമോട് കൂടിയ 8 സെന്റ് സ്ഥലത്തിൽ വരുന്ന നല്ലൊരു 2 നില വീട് കൊടുക്കാണ്ട്. റോഡ് സൈഡാണ്, നല്ല ഗേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വലിയ ഗേറ്റ് തന്നെ വന്നിട്ടുണ്ട്, അതായത് വലിയ വണ്ടികൾക്ക് പിന്നെ അനായാസം ഉള്ളിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം ഈ ഒരു വീടിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ, ഈ ഒരു വീട് ഉൾവശത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് 8 സെന്റ് സ്ഥലത്തിലായിട്ടാണ്. അപ്പം വീടിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല മുറ്റവും കാര്യം, അതായത് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മുറ്റവും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ഒരു കോമ്പൗണ്ടാണ് ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു വീടിന്റെ മറ്റു വിശേഷങ്ങൾ എന്തായാലും കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പം വാ സച്ചിൻ ബ്രോ. അപ്പം നല്ലൊരു വലിയ പോർഷൻ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു വണ്ടിക്ക് പാർക്ക് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു പോർഷൻ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റു വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അല്ല 8 സെന്റ് സ്ഥലത്തിലായിട്ടാണ്. അപ്പം ഈ ഒരു വീടിന്റെ അതിര് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് അവിടുന്ന് സ്റ്റാർട്ടായിട്ട് ഈ തെങ്ങിന്റെ കുറച്ച് ഇപ്പുറമായിട്ട് വരും. ഇവർ ഈ ഒരു കോമ്പൗണ്ട് കെട്ടിവെച്ച് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് അടുക്കള വശം. അടുക്കള വശത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നല്ല കിണറും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ നല്ല ഫുള്ള് വെള്ളമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2, 4, 6, 8, 10, 12 കോലോളം ആഴമുള്ള ഒരു കിണറും ഉണ്ട്. നല്ല വറ്റാത്ത നല്ല അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിട്ടുള്ള നല്ലൊരു കിണറും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ഇതിന്റെ ഒരു അതിര് ഈ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ആ കാണുന്ന മരം അല്ലേ, അതൊന്ന് കാണിച്ചു കൊടുത്തേ. ആ കാണുന്ന മരമാണ്. ഫുൾ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള, അതായത് 4 ബെഡ്റൂമോട് കൂടിയ ഒരു 2 നില വീട്. എത്ര വർഷം പഴക്കമുണ്ട്? എത്ര വർഷം പഴക്കമുണ്ട്? അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ടിലേക്ക് വരുമ്പം അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയ ഒരു സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഗ്രിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം അല്ലേ. ഈ ഒരു വീടിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, 3 വർഷം പഴക്കം അല്ലേ? 1 വർഷം 3 മാസം, 1 വർഷം മാത്രമാണ് ഈ ഒരു വീടിന്റെ പഴക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു വീടിന്റെ സെൻട്രൽ ഹാൾ, അതായത് ലിവിങ് ഏരിയ. ഡൈനിങ് ഹാൾ എവിടെ വരുന്നത്? ഡൈനിങ് ഹാൾ അവിടെ അല്ലേ. അപ്പൊ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഹാള് ഈ ഒരു വീടിന് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു സൈഡിലായി കഴിഞ്ഞാലും ഈ ഒരു സൈഡിലും സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ TV നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാൾ ബ്രാക്കറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ TV വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു വീടിന്റെ ബെഡ്റൂമുകളെ കുറിച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള 2 ബെഡ്റൂമുകളാണ് താഴെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. പക്ഷെ സീലിംഗ് വർക്കും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വീടിന് പിന്നെ 1 വർഷം 3 മാസം മാത്രമേ പഴക്കമുള്ളൂ കേട്ടോ. കാണിച്ചു കൊടുക്കാം. അടുത്തത്, അതായത് ഈ ഒരു വീട്ടിലേക്ക് കയറുന്ന ടൈമിൽ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് ഈ 2 ബെഡ്റൂമുകളും സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം നല്ല സൗകര്യമുള്ള 2 ബെഡ്റൂമുകൾ ഈ ഒരു വീടിന് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2ഉം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതായത് 4 ബെഡ്റൂമും ഈ ഒരു വീട്ടിലുള്ള 4 ബാത്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ നോക്കുവാണെങ്കിൽ ഇതൊക്കെ എന്തിലാ ചെയ്തിരിക്കുന്നത്? കട്ടില ഡോറ് എല്ലാം തേക്കല്ലേ? ഓക്കെ.
അപ്പം മലേഷ്യൻ ഇരുള് അതുപോലെ തേക്ക് എന്നിവ വെച്ചിട്ടാണ് ഈ കട്ടിലയും അതുപോലെ തന്നെ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് നല്ല സ്റ്റീലാ. ടാറ്റന്റെ നല്ല സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീടിന്റെ ജനലിന് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഡൈനിങ് ഹാളിന്റെ ഏരിയയിൽ നല്ല ഒരു എന്താ പറയാ വുഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡൈനിങ് ഹാളിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസ് അവിടെ വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ കിച്ചൺ, വീടിന്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്, എല്ലാ വീടിന്റെയും മെയിൻ ഏരിയ എന്ന് പറയുന്നത് കിച്ചൺ ആണ്. അപ്പം ഈ ഒരു കിച്ചൺ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയുള്ള ഒരു മിനി കിച്ചൺ ആണ്. അതായത് അത്യാവശ്യം ചെറിയ രീതിയിൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തൂടെ തന്നെയാണ് ഈ ഒരു വീടിന്റെ കിണർ സ്ഥിതി ചെയ്യുന്നത്. കിണറൊന്ന് കാണിച്ചു കൊടുത്തേ ബ്രോ. അപ്പം എല്ലായിടത്തും കിണറുകൾ നോക്കുവാണെങ്കിൽ എല്ലാ വീടിനും കിണർ വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാത്റൂം ഫേസ് ചെയ്തിട്ടായിരിക്കും അല്ലെ. പക്ഷെ ഈ ഒരു വീടിന് വന്നിട്ടുള്ളത് ഒരു ഡിഫറെന്റ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. PhD കണക്ഷൻ. അതുപോലെ തന്നെ PhD കണക്ഷനും ഈ ഒരു വീടിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അപ്പം നേരെ മുകളിലേക്ക് പോകാം സച്ചിൻ ബ്രോ. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ മുകൾ വശം നോക്കാം. മുകൾ വശം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പം എനിവേ നമ്മുടെ ഈ ഒരു മോൾ വശത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയുള്ള ഒരു സെന്റർ ഹാള് വീടിന്റെ മോൾ വശത്തായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഗ്ലാസ് ആണ് കേട്ടോ. ഗ്ലാസ്, അതുപോലെ തന്നെ അതിന്റെ മുകളിൽ വുഡ് കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ വാവ്, ഇതെല്ലാം അൾമാരെല്ലാം അടക്കാം, നിങ്ങൾ ഫർണിച്ചർ അടക്കാം. അപ്പൊ മെയിൻലി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീടിന്റെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഫർണിച്ചർ എല്ലാം അടക്കമാണ് ഈ ഒരു വീട് കൊടുക്കുന്നത്. അപ്പൊ നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും. ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം മോൾ വശത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയുള്ള ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. എന്താ പറയാ, ഇത് നോക്കിയേ, അൾമാരൊക്കെ കാണിച്ചു കൊടുത്തേ. അപ്പൊ ഇതെല്ലാം ഫർണിച്ചർ അടക്കമാണ് വരുന്നത് കേട്ടോ. എല്ലാം തേക്ക്, അതുപോലെ ഇരുള്, മലേഷ്യൻ ഇരുളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീടിന്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. നല്ല സൗകര്യത്തോട് കൂടിയ സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് മുകളിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഡെക്കോറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയാ ഒരു തട്ടും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീടിന്റെ ഉള്ളിൽ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറെ ഭാഗം ജനലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആയതുകൊണ്ട് തന്നെ നല്ല എയറും അതുപോലെ തന്നെ വെളിച്ചവും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എവിടെ? ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലേ. അപ്പൊ നേരെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ബസ് സ്റ്റോപ്പും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കണ്ണൂർ ആശുപത്രിയൊക്കെ. അപ്പം ഇവിടുന്ന് നേരെ കണ്ണൂർ ആശുപത്രി, ഡയറക്റ്റ് ടു ചക്കരക്കല്ല് എന്നിവിടങ്ങളിലൊക്കെ ഇവിടുന്ന് ബസ് ഉണ്ട് കേട്ടോ. അതായത് കാടാച്ചിറ ജംഗ്ഷനിൽ നിന്ന് ഡയറക്റ്റ് ഈ ഒരു ഭാഗത്തോട്ട് ഇത് ബസ് റൂട്ടാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിലുള്ളത് ബസ് റൂട്ടാണ്.
രണ്ടാമത്തെ ബെഡ്റൂം കാണാം മുകളിലെ. വാ. അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയുള്ള 4 ബെഡ്റൂമാണ് ഈ ഒരു വീടിന് വന്നിട്ടുണ്ട് കേട്ടോ. അതില് എനിക്ക് തോന്നുന്നത് ഈ മുകളിലുള്ള 2 ബെഡ്റൂമുകളാണ് പിന്നെയും കൂടുതൽ സൗകര്യങ്ങൾ വന്നിട്ടുള്ളത്. 2550 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നല്ല ബെസ്റ്റ് പ്രൈസിന് ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. എല്ലാം 4 ബെഡ്റൂമുള്ള 4 ബെഡ്റൂമും ഫുൾ ബാത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. 4 ബെഡ്റൂം ഉള്ളതും 4ഉം ബാത്ത് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ ഈ ഭാഗത്തെല്ലാം കാണിച്ചില്ലേ? അപ്പം ഈ ഒരു വീടിന്റെ ബാക്ക് വശം കേട്ടോ. ബാക്ക് വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അപ്പം ഈ ഒരു സ്പേസ്, അതായത് ഈ ഒരു വീടിന്റെ മുകളിലത്തെ ബാക്ക് ഭാഗമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഇവരൊരു ബെഡ്റൂം കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ആ ഒരു ഭാഗത്ത്, അതായത് അല്ലേ സച്ചിൻ ബ്രോ, ഇങ്ങോട്ടേക്ക് വരുമ്പോ നോക്കണേ വഴുക്കും. അപ്പം കുറച്ചിങ്ങോട്ട് വന്നു. ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ബാത്റൂം സെറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയുള്ള ഒരു ബെഡ്റൂം കൂടി ഈ ഒരു വീടിന് നിങ്ങൾക്ക് എടുക്കുന്നവരുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വെക്കാം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി അവസാനമായിട്ട് ഈ ഒരു വീടിന്റെ വില നോക്കുകയാണെങ്കിൽ വെറും 85 ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന്. അതായത് 4 ബെഡ്റൂമോട് കൂടിയ 4 ബെഡ്റൂമിലും 4ഉം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം 2500 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീടിന് വെറും 1 വർഷവും 3 മാസം മാത്രമേ ഈ ഒരു വീടിന്റെ പഴക്കം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീടിന്റെ വില നോക്കുവാണെങ്കിൽ അവസാനമായിട്ട് ഈ ഒരു വീടിന്റെ വില നോക്കുവാണെങ്കിൽ വെറും 85 ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന് ഇതിന്റെ ഓണർ നിശ്ചയിക്കുന്ന വില എന്ന് പറയുന്നത്. അതായത് ഇതൊരു നെഗോഷ്യബിൾ റേറ്റ് ആണ്. ചിലപ്പോൾ ഇതിലും നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വീട്ടിൽ കണ്ടിരിക്കുന്ന, നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടിരിക്കുന്ന എല്ലാ ഫർണിച്ചറും കാര്യങ്ങളും അടക്കം മെയിൻലി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിട്ടുപോയ ഒരു കാര്യം, ഇതിന്റെ മോൾ വശത്തായിട്ട് ഒരു വാട്ടർ ഹീറ്റർ, അതായത് സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ ഹീറ്ററോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീടിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ട എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അടക്കം, ഈ ഒരു വീഡിയോയിൽ കാണുന്ന എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അടക്കം നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല ബെസ്റ്റ് പ്രൈസിനാണ്. അതും നല്ല റോഡ് സൈഡിലാണ്.